ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. വേറൊന്നുമില്ല, മൂവോട്ട് വീഡിയോ ആണ്. മൂവോട്ടയാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇൻ 2 വീക്സ്. അപ്പോൾ 2 വീക്സ് മുന്നേ മൂവോട്ട് ഇപ്പോഴേ പരിപാടി തുടങ്ങിയാലാണ് അപ്പോഴെങ്കിലും എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. സോ ഇപ്പോൾ എൻ്റെ റൂമിൻ്റെ ഒരു അവസ്ഥ കാണിച്ചു തരാം. ഇതാണ് ലിറ്ററലി എൻ്റെ റൂമിൻ്റെ അവസ്ഥ. വൻ ഷോക്കായിട്ടാണ് കിടക്കുന്നത്. പെട്ടികൾ ഇനിയും ഒഴിക്കാനുണ്ട്. കുറേ സാധനങ്ങൾ കൊടുക്കാനുണ്ട്, ഡൊണേഷൻ ചെയ്യാനുണ്ട്. കുറേ സാധനങ്ങൾ ഫർഷങ്കം ചെയ്യണം. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുന്നവർക്ക് കൊടുക്കാം എന്നാണ് വിചാരിക്കണേ. എനിക്ക് കൂടുതലുള്ളത് വിൻ്റർ ക്ലോത്ത്സ് ആണ്. വിൻ്റർ ക്ലോത്ത്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കട്ടി ഉണ്ടാകും. സോ അതാണ് ഒരു പ്രശ്നം. സ്കൂളിലെ കുറേ ഫയൽസും കാര്യങ്ങളൊക്കെ ഞാൻ കളയാമെന്ന് വിചാരിക്കും. ഇനി അത് അധികം ഉപയോഗപ്പെട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് മാത്രം കയ്യിൽ വെച്ചിട്ട് അങ്ങനെ ഫാൻറ്റും കാര്യങ്ങളും അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങൾ മാത്രമേ. സോ ഐ ആം പ്ലാനിങ് ടു ക്ലിയർ ഔട്ട് മോർ തിങ്സ്. പിന്നെ എൻ്റെ കുറേ കാർഡ്ബോർഡ് ബോക്സസ് ഉണ്ട്. അതൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഓരോ സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങാം. ഹായ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമുക്കൊരു ലോഡ് ഫാൻറ്റ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് കൊടുക്കാമെന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ടാസ്ക്. സോ ലെറ്റ്സ് ഗോ. റിച്ചായിട്ട് വരണം. അപ്പോൾ ഇന്ന് ഫ്രിഡ്ജിൽ നിന്ന് ബാക്കിയുള്ളത് കുറച്ച് ഫ്രോസൺ ഫ്രൂട്ട്സ് ആണ്. ഇത് കുറേ നാളായിരിക്കുന്നു. അപ്പോൾ എനിക്കിത് വെച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ ചാർജ് വീഡിയോ ചോദിച്ചപ്പോൾ ഹോം മെയ്ഡ് ജാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അതിലാണെങ്കിൽ എൻ്റെ കയ്യിൽ അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അത് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഫ്രിഡ്ജ് കാലിയാക്കുന്നതിനോടനുബന്ധിച്ചിട്ടാട്ടോ ഈ ജാം. അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും പുഡിങ്ങിലോട്ട് പിന്നീട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ആഡ് ചെയ്താനെ. ഇപ്പോൾ പെട്ടെന്നൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ഐ തോട്ട് അബൌട്ട് മേക്കിംഗ് ജാം. യാ, പോണേക്കാളും മുന്നേ ചെയ്ത ഒരു കാര്യമാണ് ഹൗസ് ആസിൻ്റെ അടുത്ത് പോയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പേപ്പേഴ്സും കളക്ട് ചെയ്തു. ആൻഡ് ഇവിടുന്ന് ക്യാൻസൽ ചെയ്തു. പുതിയൊരു സ്ഥലത്തോട്ട് പോകണം. യാ, എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പാക്കിങ്ങും അത്യാവശ്യം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം, ഈ LED അഴിച്ചു മാറ്റുന്നതും അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ചെടികളൊക്കെ അഴിച്ചു മാറ്റുന്ന ഒരു സംഭവം ഞാൻ അവസാനത്തേക്ക് വെച്ചു. ബിക്കോസ് അതെനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ഓൾമോസ്റ്റ് 3 years ആയിട്ട് ഞാനിവിടെ താമസിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് അങ്ങ് കളയുമ്പോൾ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. സോ ഇതൊക്കെ ഞാൻ ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെച്ചു. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ള മെയിൻ ക്ലീനിങ്ങിലോട്ടൊക്കെ ഡീപ്പ് ക്ലീനിങ്ങിലോട്ട് റൂമിൻ്റെ കടന്നത്. I've traded daisy chains for loose ends and
അപ്പോൾ കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ബട്ട് പാക്കിംഗ് ഓൾമോസ്റ്റ് എന്താണ്ടൊക്കെ ആയി. ഭയങ്കര ഭീകരമായ ക്ലീനിങ് ആയിരുന്നു ഇവിടെ. കിച്ചൺ, ഹോള്, ടോയ്ലറ്റ്സ്, ബെഡ്റൂം എല്ലാം തന്നെ അത്യാവശ്യം നല്ലൊരു പരിവായിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കിൽ കാണുന്നത് ഇപ്പം അത്യാവശ്യം ഇതൊക്കെ ഒരു സെറ്റ്, വേറെ സെറ്റ് അടിയിലുണ്ട്, കാണിച്ചു തരാം. ഇതൊക്കെ റീസൈക്ലിങ്, ഡൊണേഷൻ കൊടുക്കണം. ഡൊണേഷൻ കുറേ സാധനങ്ങളുണ്ട്. പുറത്ത് വേറെ കളറിൽ വേറെ വെച്ചിട്ടുണ്ട്. കിച്ചൺ എന്താണ്ടൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഒക്കെ ഫുൾ ക്ലീൻ ആയിട്ടോ. ഇവിടെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പായി. റൂമിൻ്റെ ഒരു അവസ്ഥ ഇതാട്ടോ. എങ്ങനെ ഉണ്ടായിരുന്ന റൂമാ. എല്ലാ LED-യും എൻ്റെ ഇലകളൊക്കെ അഴിച്ചു. ഇത് ഇലകളൊക്കെ ഇവിടെ ഞാൻ ഉണക്കാനിട്ടേക്കുക. പിന്നെ എൻ്റെ മാഗ്നറ്റ്സ് അഴിച്ചു. പിന്നെ പെട്ടി ഇതൊക്കെയാണ് ഇപ്പം മാറ്റി വെച്ചേക്കുന്നത്. 4 പെട്ടിയുണ്ട്. ഇനിയും പെട്ടി ഫുള്ളാക്കാനുണ്ട്. അതല്ലാണ്ട് എക്സ്ട്രാ ബാഗ്, കണക്കുണ ഐറ്റംസൊക്കെ നാളെ രാവിലെ ഒന്നുകൂടിയും സെറ്റ് ചെയ്യണം. ഒരു പെട്ടിയും കൂടി വരാനുണ്ട് നാളെ. അപ്പോൾ ഇനിയും കുറേ സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്, കിച്ചൺ ഐറ്റംസ് അങ്ങനെയൊക്കെ. അപ്പോൾ അത് ഇനി നാളെ ഒരു പെട്ടിയും കൂടി വരാനുണ്ട്. അപ്പോൾ അത് കൂടി വന്നിട്ട് സെറ്റ് ചെയ്യണം. ഈ മിറർ ഇവിടെ നിന്ന് മാറ്റണം. സോ അലമാരി ഓൾമോസ്റ്റ് എല്ലാം തന്നെ കാലിയായി. ബേസിക്കലി സെയിങ് ദിസ് ഈസ് മൈ ലാസ്റ്റ് ഡേ ഇയർ. എൻ്റെ ഈ ബെഡ്റൂമിൽ, എൻ്റെ എന്ന് പറഞ്ഞിരുന്ന ഈ ബെഡ്റൂമിൽ എൻ്റെ ലാസ്റ്റ് നൈറ്റായിരിക്കും. സോ വേറൊന്നുമില്ല. ഇനി ബെഡ് സെറ്റാക്കണം. നാളെ കുറച്ച് നേരത്തെ എഴുന്നേക്കണം. നാളെയാണ് ടെർമിൻ. അപ്പോൾ ഇനിയൊന്നുമില്ല. ലൈക്ക് ഇനി കിടന്നുറങ്ങണം. നാളെ ഇവിടുത്തെ ഞങ്ങളുടെ ബോണിങ്ങിൻ്റെ ഫെർവാൾട്ടിങ്ങിൽ നിന്ന് ആൾക്കാർ വരും, ചെക്ക് ചെയ്യും. സോ അതിന് മുന്നേ കുറച്ചും കൂടിയും കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യണം. അതാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്.